രസമുണ്ടല്ലോ. ഡേ ഇടണ്ട, അങ്ങനെ അഴിക്കണ്ട. എന്തേലും ഡാമേജ് ആയ പണി ഡാമേജ് ആവുന്ന പോലെ. അല്ലേ ചുമ വരട്ടോ. എന്തറിയോ എന്തൊക്കെ വളർച്ച പറ ഫുൾ വീഡിയോ അവളിടും പറ. ഫുൾ വീഡിയോ ബൈ പോപ്സ് റൈറ്റ്സ് ഹിയർ. അപ്പൊ ഗൈസ്, ഇന്നാണ് ഫെബ്രുവരി 4, 8-ാം തീയതിയാണ് കല്യാണം. ഇനി 4 ദിവസം കൂടിയുള്ളൂ. ഞാനിപ്പോൾ തുന്നാൻ കൊടുത്ത അവിടെ അവർക്ക് എന്തോ ഡൗട്ട് വന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ പോയതാണ്. പിന്നെ ഇനി നമുക്ക് ട്യൂഷന് പോകണം. പിന്നെ ഞാനൊരു കൊടിയേറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഏതൊരു വ്ളോഗിൽ. അപ്പോൾ അവിടുത്തെ താലപ്പൊലി വന്ന്, പക്ഷേ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ട്യൂഷൻ ഉണ്ട്. ഒരാൾ ഇപ്പോൾ +2-ലാണ്, ഒരാൾ 9th-ലാണ്. അപ്പോൾ അവരുടെ എക്സാംസൊക്കെ അടുത്താവുകൊണ്ട് എനിക്ക് അങ്ങനെ ഇന്ന് ലീവ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ താലപ്പൊലിക്ക് നമ്മൾ പോവുള്ളൂ. വേഗം നടക്കാം. 10:45, 11 മണിക്കാണ് ട്യൂഷൻ. ഓ മൈ ഗോഡ്, ഞാൻ ഓടി മരിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ താലപ്പൊലിയുള്ള അമ്പലം. സാരല്ലേ, ഞാൻ അറിയാണ്ട് അമ്മ ആദ്യം ഫാൻസി പോയി. ഇതാ വാങ്ങിയ. ഗൈസ്, ഇന്ന് പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 5. ഞാനിപ്പോൾ ആദ്യം തുന്നാൻ കൊടുക്കാൻ പോവാ. അതെന്താണെന്ന് വെച്ചാൽ അമ്മ വേറെ സാരി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് പിന്നെ ഏട്ടൻ കൊടുത്ത സാരി തന്നെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ടൈലറോട് ചോദിച്ചപ്പോൾ അവർ വേഗം തുന്നിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോൾ അത് കൊടുക്കാൻ പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പോവാൻ. നമുക്ക് പോവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യണം. എൻ്റെ പേഴ്സണൽ ബ്യൂട്ടീഷ്യനാണ് മേമ. പക്ഷെ മേമയ്ക്ക് പേഴ്സണൽ ബ്യൂട്ടീഷ്യനൊന്നുമില്ല. മേമയ്ക്ക്
പുറത്ത് പോകണം. അപ്പോൾ മേമയുടെ ഒപ്പം പോകണം, എനിക്ക് ത്രെഡ് ചെയ്യണം. പിന്നെ വൈകുന്നേരം അമ്മ ആദ്യ ഷോപ്പിൽ പോകണം പറഞ്ഞിട്ടുണ്ട്, എന്താ സാൻഡൽസ് വാങ്ങാൻ. അപ്പോൾ അതിനും പോകണം. ഗൈസ്, നമ്മുടെ രാവിലേക്കുള്ള ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു. ഐ മീൻ തുന്നി കിട്ടി. ഞാൻ വൈകുന്നേരം അമ്മ വന്നിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് രാവിലത്തെ ഷോളും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ അന്നത്തെ വ്ളോഗിൽ കാണിച്ചത്. ഇത് പഠിച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ വെറുതെ ഇട്ട് നോക്കിയതാ. ഇനി അത് തേക്കാനൊക്കെ ഉണ്ട്. തേക്കല് നമ്മളെ പണി. ഫോട്ടോ എടുക്കുന്ന അതിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടോ ഗൈസ്? അമ്മ ചെരുപ്പ് വാങ്ങി അമ്മയുടെ ചെരുപ്പ് ഇട്ട് നോക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, അമ്മയ്ക്കും ഉണ്ട്. ഞാൻ ചെരുപ്പ് വാങ്ങി അമ്മ ഇട്ട് നോക്കും. ഗൈസ്, ഇന്ന് ഞാൻ ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചാ, പക്ഷെ നടന്നില്ല. അവിടെ മേമയുടെ അടുത്ത് കുറച്ച് തിരക്കാവുകൊണ്ട് എൻ്റെ ത്രെഡ് ചെയ്യൽ നടന്നില്ല. പക്ഷേ മേമ പോയി ത്രെഡ് ചെയ്തു. അപ്പം ഞാനും കൂടെ പോയി. അപ്പം ഇനി നാളെ വേണം ആദ്യം ത്രെഡ് ചെയ്യാൻ പോകാൻ. മേമയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോൾ പോയാലും നമുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. ഗൈസ്, ഇന്ന് രാവിലെ അച്ഛനൊരു പണി തന്നു. പോയി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ മതി. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ 10 മണി കഴിഞ്ഞ ഉടനെ ഞാൻ പോണത്. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് വേറൊരു കാര്യം, നമ്മുടെ കല്യാണ ചെക്കൻ്റെ ഏട്ടനും വൈഫും കുട്ടികളും വന്നിട്ടുണ്ടാവും ഇന്ന്. അപ്പോൾ അവരെ കാണാൻ ഉച്ചയ്ക്ക് പോകണം. മേമയുടെ അടുത്ത് പോയി ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഏട്ടൻ്റെ രണ്ടാമത്തെ കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് എൻ്റെ പരിവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ത്രെഡ് ചെയ്തു. മേമ ത്രെഡ് ചെയ്ത് തന്നു. മേമടത്ത് ത്രെഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുഡൻസ് എന്താണെന്നറിയോ? നമുക്ക് വേദനിച്ച എപ്പോൾ വേണിച്ചാൽ കുറച്ച് നേരത്തിന് നിർത്തി വയ്ക്കാം. പക്ഷെ ബ്യൂട്ടി പാർലറിൽ പോയി അത് പറ്റില്ലല്ലോ. അതാണ് മേമ ഈസ് പവർ. കേൾക്കുന്നില്ല, അവിടെ വേറെന്തോ പണിയില്ല.